ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മന്ത്രി ശിവൻകുട്ടിയുടെ ഓഫീസിന് മുന്നിൽ BJP നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഒരു വശത്ത് കാണുന്നത്. ഇന്ന് രാവിലെ മുതൽ പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ് കണ്ടിട്ടുള്ളത്. BJPയുടെ യുവമോർച്ചയുടെ പ്രതിഷേധം, അപ്പുറത്ത് SFIയുടെ പ്രതിഷേധം, ഇത് തുടർച്ചയായി ഇന്ന് കാണുന്നുണ്ടായിരുന്നു. ശ്രീ PR ശിവശങ്കർ, ഗവർണർ ഭഗവത് ധ്വജമേന്തിയ ഭാരതാംബയെ അത് രാജ്ഭവനിൽ വയ്ക്കുന്നത് തുടരും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കുന്നു. അപ്പോൾ സർക്കാരും ഗവർണറും പോരിലേക്ക്, അത് നേരത്തെയുള്ള പോരിൻ്റെ സ്വഭാവത്തിലല്ല, മറ്റൊരു രൂപത്തിൽ അത് തുടരും എന്നതിൻ്റെ സൂചനയായി കാണണ്ടേ? ഇന്ന് അതിനൊരു മറുപടി വേണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുതിർന്ന നേതാവ് ശിവരാജൻ പാലക്കാട്ട് പറഞ്ഞ കാര്യം, ഈ ദേശീയ പതാക, നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ പതാക അത് മാറ്റണം, കാവിക്കൊടിയാക്കണം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മറ്റാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അതിൽ കേസ് എടുക്കേണ്ടതാണ്. ദേശവിരുദ്ധ പ്രസ്താവനയാണ് അദ്ദേഹം പരസ്യമായി പ്രസംഗത്തിൽ നടത്തിയത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് കൂടി അറിയണം. പറഞ്ഞോളൂ. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ഭരണഘടനയിൽ പറയുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ വരികിൽ ഒരു സംസ്ഥാനത്തെ ഒരു ഭരണകൂടത്തിനെതിരെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ നടത്തുന്ന സമരത്തിനെ എന്തിനാണ് ഇത്ര ധിക്കാരതയോടെ, ഇത്ര അതിക്രമത്തോടെ നേരിടുന്നത്? ഇപ്പോൾ നമുക്കറിയാം, കോഴിക്കോട് നടന്ന ആക്രമണം, അവിടെ കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി തെരുവിൽ ഒരു പ്രതിഷേധം നടത്തുന്നു. ആ പ്രതിഷേധത്തെ അറസ്റ്റ് ചെയ്യുവാനോ പോലീസിന് അവകാശമുണ്ട്. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് വന്ന് ആ പ്രകടനത്തെ ആക്രമിക്കുകയും പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് ഭരണഘടനയിലില്ല എന്നും ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല എന്നും. രണ്ട്, അവിടെ തന്നെ ABVPയുടെ പ്രവർത്തകർ നടത്തിയ ആ ഒരു പ്രകടനം, ആ പ്രകടനത്തെ പോലീസുകാർ നേരിട്ട് ആക്രമിക്കുന്നു. അവിടെ കൂടിയിരുന്ന SIയും CIയും അടക്കമുള്ള ആളുകൾ നോക്കി നിൽക്കെ അവിടുത്തെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് പോലീസ് ഓഫീസേഴ്സ്, അവർ വിദ്യാർത്ഥികളെ കഴുത്തിന് പിടിച്ച് മർദ്ദിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചൂരി കളയുകയും അവരെ ജനങ്ങളുടെ മുന്നിലേക്ക് വരുത്താതെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ നാണമുള്ളവരാക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇത്തരത്തിലുള്ള ജനാധിപത്യ ബോധത്തെ പൂർണ്ണമായും അവഹേളിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാരിനും ചെയ്യാത്ത ആ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി പോലും എടുക്കേണ്ടി വരുന്ന ഒരു പ്രകടനം നടക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടുത്തെ മാധ്യമങ്ങളോ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഇതിനെ എതിർക്കുന്നില്ല. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, SFI എങ്കിലും അതല്ലെങ്കിൽ ഇവിടുത്തെ DYFIയോ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരം സമരം നടത്തുവാൻ അവർ നടത്തിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നടത്താനുള്ള ആൾക്കാരുണ്ടോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ഗുജറാത്തിലോ UPയിലോ മറ്റ് ഞങ്ങൾ ഭരിക്കുന്ന, ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്വാധീനമുള്ള സംസ്ഥാനത്തിലോ ഇവർ പ്രകടനം നടത്തിയാൽ ഞങ്ങൾ ഇവരെ ഇങ്ങനെയാണ് നേരിടുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മറ്റുള്ള രാഷ്ട്രീയമോ അരാഷ്ട്രീയമായ പ്രകടനങ്ങളെയോ വിവർത്തനങ്ങളെയോ അവിടെ നേരിടുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും സ്മൃതിയും അടക്കം അത്തരം പ്രവർത്തനങ്ങളെ കാണുന്നത്? ക്ഷമിക്കണം, താങ്കൾ ഇന്ന് രാവിലെ വാർത്തകൾ കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. ഏതായാലും റിപ്പോർട്ടിന്റെ കാര്യം എനിക്കറിയാം, ഞാനാണ് ആ സമയത്ത് വായിച്ചുകൊണ്ടിരുന്നത്. തത്സമയം ആ സംഘർഷം തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നതും തിരിച്ച് യുവമോർച്ച പ്രവർത്തകർ അതിനിടയിൽ നിന്ന് കുതറിമാറി തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ആ ദൃശ്യങ്ങളിലുണ്ട്. പോലീസിന് അത് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. പോലീസിന് പിടിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. കാരണം പോലീസ് കസ്റ്റഡിയിലുള്ള യുവമോർച്ച പ്രവർത്തകനെയാണ് SFIക്കാർ വന്ന് തല്ലുന്നുണ്ടായിരുന്നത്. അത് ഉടനീളം കൊടുക്കുകയും അതിനുശേഷം അവിടെ BJP ജില്ലാ ഘടകത്തിൻ്റെ പ്രതിഷേധം, അവരുടെ പ്രതികരണം എല്ലാം അതേപടി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇനി താങ്കൾക്ക് തുടരാം. ഞാൻ പറഞ്ഞത്, അവിടെ ചർച്ച നടത്തി അവിടുത്തെ ഒരു പ്രകടനത്തെയോ മറ്റുള്ളതിനെയോ ദൃശ്യമാധ്യമങ്ങൾ കാണിച്ചില്ല എന്നല്ല, അതായിരുന്നു ചർച്ച വെക്കേണ്ടിരുന്നത്. ഒരു അക്രമം നടന്നിരുന്നു, ജനാധിപത്യപരമായി ഇത്തരം അക്രമത്തെ നേരിടുന്നത് ശരിയായില്ല എന്നായിരുന്നു സ്മൃതിയുടെ ഒരു ഇൻട്രൊഡക്ഷനിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ജനാധിപത്യത്തിനും ഇവിടുത്തെ മാധ്യമ പ്രവർത്തനത്തിനും നല്ലതായേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരുപക്ഷെ താങ്കൾക്ക് അങ്ങനെ ആവണമെന്നില്ല. തീർച്ചയായിട്ടും അത് ആവുകയും ചെയ്യാം. അതിനുള്ള അവകാശവും മാധ്യമ സ്വാതന്ത്ര്യവും താങ്കൾക്കുമുണ്ട്, താങ്കളുടെ പ്രസ്ഥാനത്തിനുണ്ട്. ഞാനിവിടെ കാണിച്ചില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് രാഷ്ട്രീയമായി നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഇവിടെ ഇത്തരത്തിൽ ഒരു സ്ത്രീയോട് സംസാരിച്ചു അല്ലെങ്കിൽ മറ്റു പുരുഷനോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് മരണപ്പെടുന്നവർ, അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നില്ല എന്നത് കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. രണ്ട്, ഇവിടെ ഇപ്പോൾ പറയുന്നത് ഭാരതാംബയുടെ വിഷയവും ഇത്തരം കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അത് കാരണം ഭാരതാംബയുടെ പ്രതിമ
BJPയുടെ മധുര ഓഫീസിൽ വെച്ചപ്പോൾ അതിനെ DMK സർക്കാർ എടുത്തുകൊണ്ടുപോവുകയും ആ എടുത്തുകൊണ്ടുപോയ നടപടിക്കെതിരെ സംസ്ഥാനത്തെ തമിഴ്നാട്ടിലെ BJP സർക്കാർ, BJP ഗവൺമെൻറ്, BJP പാർട്ടി കോടതിയിൽ പോവുകയും ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി തന്നെ ഒരു നിയമ പോരാട്ടത്തിലൂടെ അവസാനം 2024 നവംബറിൽ മദ്രാസ് ഹൈക്കോടതി അടിസ്ഥാനപരമായി എന്താണ് ഇതിൻ്റെ ചെയ്യേണ്ടതെന്ന് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് ഇത് വിട്ടുകൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. വിട്ടുകൊടുക്കുക മാത്രമല്ല, എന്തുകൊണ്ടാണ് ഭാരതാംബയുടെ പ്രതിമ, അത്തരം പ്രതിമകൾ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത, അത് ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാണ്, ജനങ്ങളുടെ മുന്നിൽ ഒരു ഐക്യം കെട്ടിയുറപ്പിക്കുവാനും അതുപോലെ തന്നെ ദേശീയ ബോധം വളർത്തുവാനും ദേശീയ സമര കാലഘട്ടത്തിൽ തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള ഇത്തരം പ്രതിബിംബങ്ങളെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നതെന്നും അത് തിരിച്ചു കൊടുക്കണമെന്നും ശക്തമായ വിധിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാരതാംബയായിരുന്നു അത്. ഈ ഭാരതാംബ എന്ന് പറയുന്നതിൽ തന്നെ നിങ്ങളുടെ ഭാരതാംബ വേറെയാണല്ലോ, അതല്ലേ വിഷയം? സ്മൃതി സ്വഭാവം കാണിച്ചു തുടങ്ങി. ഏതായാലും ഞാൻ പറയാം, ഞാൻ ഭാരതാംബ ഭഗവദ്ധ്വജം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിനിടയ്ക്ക്. തെറ്റിദ്ധരിപ്പിക്കലല്ലേ? അല്ല 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 അതെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ അങ്ങനെ നമ്മുടെ വിഷയം അതാണല്ലോ. നമ്മുടെ തർക്ക വിഷയം എന്ന് പറയുന്നത് അതല്ലേ ശ്രീ PR ശിവശങ്കർ? അല്ല അല്ല, അത് സ്മൃതിക്ക് അങ്ങനെ തോന്നിയിട്ടാണ്. കേരളത്തിലെ തർക്ക വിഷയം എന്താണ്? ഈ തെരുവിലേക്ക് ഇറങ്ങുന്ന സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്തുകൊണ്ടാണ്? നമുക്ക് തമിഴ്നാട്ടിലെ മറ്റൊരു ഉദാഹരണം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. ശരി, അവിടുത്തെ സർക്കാരിനെ പാഠം പഠിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഹൈക്കോടതി ഒരു വിധി വന്നു. അതും ഭഗവദ്ധ്വജമേന്തിയ ഭാരതാംബയല്ലെന്ന് താങ്കൾ പറയുന്നു. ഇപ്പോൾ തർക്കം ഇവിടെ ഭാരതാംബ എന്നൊരു പ്രതീകം, അത് സാഹിത്യത്തിലുള്ള ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം ശരി, ആ സങ്കല്പവുമായി ഇപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതിൽ കൊണ്ടുവരാൻ നിങ്ങൾക്കും കൊണ്ടുവരാം. അപ്പോൾ ദേശീയ പതാകേന്തിയ ഭാരതാംബയല്ല, നിങ്ങളുടെ ഭഗവദ്ധ്വജമേന്തിയ ഭാരതാംബയാകണം എല്ലാവരും അംഗീകരിക്കേണ്ടത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ജനാധിപത്യപരമാവുന്നത്? താങ്കളിപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഒന്ന്, ഞാനത് ഭഗവദ്ധ്വജം ഏന്തിയ ഭാരതാംബ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങ് പറഞ്ഞില്ല, ഞാൻ ചോദിക്കുകയാണ് ചെയ്തത്. ഞാൻ ചോദിക്കുകയാണ് ചെയ്തത്. ശരി, അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരല്പം സമയം തന്നാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാവിക്കൊടിയോട് മാത്രമാണോ എതിർപ്പുള്ളത്? അമ്മ എന്നുള്ള സങ്കല്പത്തിനെ അവർക്ക് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ലെനിൻ തന്നെ എഴുതിയിട്ടുണ്ട്, കുടുംബം എന്നുള്ളത് ബൂർഷ്വാസി സങ്കല്പത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണെന്നും കുടുംബം പുരുഷാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണെന്നും അമ്മ എന്നുള്ള സങ്കല്പമൊന്നും ഇല്ല എന്നും കമ്മ്യൂണായിട്ട് ജീവിക്കണമെന്നും കേരളത്തിൽ പോലും കമ്മ്യൂണുകളായി ജീവിച്ചതിൻ്റെ തെളിവുകൾ ധാരാളം ഇന്നും ജനങ്ങളുടെ മുന്നിലുണ്ട്. സീനിയർ പ്രവർത്തകർക്കറിയാം. എന്തിന് മഹാത്മാഗാന്ധി തന്നെ ജോഷിക്ക് കത്തെഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈ ജനാധിപത്യത്തെ തകർക്കുവാനും അതുപോലെ തന്നെ കുടുംബ വ്യവസ്ഥയെ തകർക്കുവാനും കമ്മ്യൂണുകളായി ജീവിക്കുന്നുവെന്നും നിർബന്ധമായി ജനങ്ങളെ, കോൺഗ്രസ് പ്രവർത്തകരെ മത്സ്യവും മാംസവും കഴിപ്പിക്കുന്നുവെന്നും അവരെ കുടുംബത്തിനെതിരായി പ്രവർത്തിക്കുവാൻ ആലോചിക്കുന്നതും ഹരിജനിൽ കൃത്യമായ കത്തിൻ്റെ കോപ്പിയോടെ ഇപ്പോഴുമുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ ഞാൻ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബത്തിനും മാതാവിനും പിതാവിനും കുടുംബ സങ്കല്പത്തിനും എതിരായിരുന്നു. അതല്ലേ MP ഗോവിന്ദൻ പറഞ്ഞത്? എന്ത് ഭാരതാംബ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സങ്കല്പമില്ല പറഞ്ഞല്ലോ. അതിലൊരു ഒളിച്ചു വെക്കുന്ന കാര്യമില്ലെന്നേ, അതിൽ അടിച്ചേൽപ്പിക്കലുമില്ല. അത് അവരുടെ ചിന്താഗതി, അത് നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ അത് കേട്ടുകൊള്ളണമെന്ന് പറയുന്നില്ലല്ലോ. ഞാൻ ഒന്നും കൂടെ വ്യക്തമായി പറയാം. അമ്മ, അച്ഛൻ, കുടുംബം എന്ന സങ്കല്പത്തെ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറപ്പാണ്. അവരതിനെ എതിർത്തിരുന്നു. താങ്കൾ ഇങ്ങനെ വിഷയത്തെ വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. താങ്കൾ ചോദ്യങ്ങളില്ലാത്ത ഒരു ചർച്ചയായിരിക്കാം ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് ഇടയ്ക്ക് പറയേണ്ടി വരികയാണ്, കമ്മ്യൂണിസ്റ്റ് സങ്കല്പം ഇവിടെ ആരുടെ തലയിലും അടിച്ചേൽപ്പിച്ചിട്ടില്ല. നമ്മൾ രാജ്ഭവനിൽ രാജ്യത്തിൻ്റെ പതാകയേന്തിയ ഭാരതാംബയ്ക്ക് പകരം നിങ്ങൾ RSS സ്ഥാപനങ്ങളിൽ, സംഘപരിവാറിൻ്റെ സ്ഥാപനങ്ങളിൽ, RSS കാര്യാലയങ്ങളിൽ വയ്ക്കുന്ന കൊടി കൊണ്ടുവയ്ക്കുന്നതിനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. അതൊരു ഭരണഘടനാ സംവിധാനമാണല്ലോ, ഭരണഘടനാ സ്ഥാപനമാണല്ലോ. അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടിയുടെ വിശ്വാസം കൊണ്ടുവയ്ക്കുക എന്നാണ് ചോദ്യം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ അവരുടെ കൊടി രാജ്ഭവനിൽ വെച്ചാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇല്ല. ഇനി അവിടെ ഒരു യേശുവിൻ്റെ ചിത്രം കൊണ്ടുവച്ചാൽ, അല്ലാഹുവിന് ചിത്രമില്ല, അവരതിൽ വിശ്വസിക്കുന്നില്ല, യേശുവിൻ്റെ ചിത്രം കൊണ്ടുവച്ചാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അതെങ്ങനെയാണ് അങ്ങനെ സാധിക്കുക? അതെല്ലാവരും അത് അംഗീകരിച്ചു കൊള്ളണമെന്ന വാശി എങ്ങനെയാണ് നടപ്പാക്കുക? ഇന്ന് നിങ്ങളുടെ ഒരു നേതാവ് പറയുകയാണ്,
ദേശീയ പതാക വേണ്ട, പകരം കാവിക്കൊടി വേണമെന്ന്. താങ്കൾ അത് കേട്ടതുമായി ഭാവിക്കുന്നേയില്ല. അതിന് മറുപടി തരുമോ? മറുപടി പറയാൻ സമയം കിട്ടിയാലല്ലേ പറ്റുള്ളൂ. ഇപ്പം ദീർഘനേരമാണ് ചോദിച്ചത്, 4 വിഷയം ചോദിച്ചു. അതിലൊരു വിഷയം പറയുമ്പോൾ തന്നെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് സ്മൃതിയെ അടക്കമുള്ള ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എനിക്കത്രേ പറ്റുള്ളൂ. ഒന്ന്, ഈ കാവിക്കൊടിയെ മാത്രമല്ല, അമ്മ എന്നുള്ള സങ്കല്പത്തെ, ഭാരതാംബ മാത്രമല്ല അമ്മ എന്നുള്ള സങ്കല്പത്തെ വരെ കമ്മ്യൂണിസ്റ്റുകാർ താത്വികമായി അംഗീകരിച്ചിരുന്നില്ല എന്നും ലെനിൻ അടക്കമുള്ള ആളുകൾ അതിനെതിരെ പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നും. അതുകൊണ്ട് കൊടി മാത്രം മാറ്റിയാൽ പോരാ, സ്ത്രീ എന്ന വിഷയത്തെയോ അമ്മ എന്ന സങ്കല്പത്തെയോ അത് ഭാരതം അല്ലെങ്കിൽ ആ കുടുംബത്തെ, ആ രാജ്യത്തെ, ആ പുസ്തകത്തിന്റെ പേരൊന്ന് പറയോ? കുറെ തന്നെ ലെനിൻ എന്നും കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ധാരണ വെച്ചാണ്? ഒരു മിനിറ്റ്, പുസ്തകത്തിന്റെ പേര് പറയും. പുസ്തകത്തിന്റെ പേര് പറയും. നിങ്ങൾ വെറുതെ വിഷയത്തിലേക്ക് വരും. ഗവർണറുടെ രാജ്ഭവനെ കുറിച്ചാണ് ചർച്ച. നിങ്ങൾ അതിനെക്കുറിച്ച് പറയൂ. ചർച്ചയുടെ വിഷയം മാറ്റി നിങ്ങളിപ്പോൾ കുറെ നേരമായി സോവിയറ്റ് യൂണിയനിലും റഷ്യയിലും ചെക്കോസ്ലോവാക്യയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന് മറുപടി പറയൂ. ഇവിടെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് പറയുന്ന കേട്ടാ തോന്നും ഇവിടെ എന്തോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിങ്ങളെ മേലൊക്കെ എന്തോ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായി മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയൂ, അല്ലേ എനിക്കിന് മറുപടി ഇല്ലാന്ന് പറയൂ. അല്ലാതെ പിന്നെ എന്തെങ്കിലും ഒരു പുസ്തകത്തിന്റെ പേരെങ്കിലും പറയണം. കോട്ട് ചെയ്യുന്നത് ലെനിനെയാണ്, വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പാടരുത്. ഇനി അദ്ദേഹം പറയട്ടെ. ശ്രീ പി എസ് ശിവശങ്കർ, നമ്മുടെ സമയത്തിന്റെ പരിമിതി അങ്ങേക്ക് അറിയാമല്ലോ. അതിനകത്ത് നിന്ന് കുറച്ച് വേഗത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി പോകണം. ഞാൻ അദ്ദേഹത്തിന്റെ പറഞ്ഞ മറുപടി ഉണ്ടെങ്കിൽ പറയൂ. അല്ല എങ്കിൽ സജീവ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് BJPയിലേക്ക് വരുന്നത് ഞാൻ പറയുന്നില്ല. ഒരല്പം കുറച്ച് ആളെങ്കിലും മാറിക്കാൻ തയ്യാറാവണം. അങ്ങനെ പറയുമെങ്കിൽ ഞാൻ ആ പുസ്തകത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. 2 മിനിറ്റ്സ്. ഞാനത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സ്വന്തമായി വീർ സവർക്കർ എന്ന് വിളിച്ച നേതാക്കന്മാരുടെ ആളുകളെ നിങ്ങളെ പുസ്തകത്തിന്റെ പേര് പറയൂ. ഞാനിവിടെ ഇരിക്കല്ലേ. ഞാൻ പറയാം. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഗൂഗിൾ ചെയ്തേക്കട്ടെ. ഞാൻ മറ്റേ 2 കാര്യം ഒന്ന് പറഞ്ഞു തീർത്തേക്കട്ടെ. സഞ്ജീവ് അദ്ദേഹം പറയും അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് ശിവരാജിനെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറയണം. ദേശീയ പതാക വേണ്ട, പകരം കാവിക്കൊടി മതി എന്ന് പറയുന്ന BJP നേതാവിന്റെ വാക്കുകൾ നിങ്ങളുടെ BJPയുടെ നിലപാടാണോ? അല്ല, ഞാൻ അതിനു മുമ്പ് കാര്യം ചോദിച്ചതല്ലോ. 2, ഈ ഭാരതമെന്നും അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പത്തെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ? ഇത് 16 സ്റ്റേറ്റ് ആണെന്നും ഈ കേരളം തന്നെ നിങ്ങൾക്ക് കശ്മീർ ഇല്ലാത്ത മാപ്പ് വെക്കാം. അതിൽ അഫ്ഗാനിസ്ഥാനുണ്ട്, പഴയ പാകിസ്ഥാനുണ്ട്. നിങ്ങൾക്കത് കൊണ്ടുവച്ച് രാജ്ഭവനിൽ വെച്ചാലും ഒരു കുഴപ്പവുമില്ല. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ തരത്തിൽ കശ്മീർ ഇല്ലാത്ത ഒരു പതാകയുമായി എത്തിയെങ്കിൽ ഇവിടെ എന്താണ് കേസ്? അപ്പോൾ പറയും അഖണ്ഡ ഭാരതമെന്ന്. താങ്കളൊന്ന് ഈ ശിവരാജിന്റെ കാര്യത്തിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിലേക്ക് കൂടി പോകട്ടെ. നിങ്ങളുടെ സങ്കല്പങ്ങളെ അംഗീകരിക്കുന്നില്ല മറ്റുള്ളവർ എന്നുള്ളത് അറിയാമല്ലോ. പിന്നെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് അർത്ഥം? എട്ടാമത്തെ ചോദ്യമല്ലേ ഈ നിസ്സാര സമയത്തുള്ള എന്നോട്. പക്ഷേ ഒരു ഒന്നാമത്തെ മറുപടി പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നിരാശ. മാന്യമായി സമയം തരും. ഞാനും വളരെ മാന്യമായിട്ടാണ് അങ്ങോട്ട് സംസാരിക്കുന്നത്. എങ്ങനെ പറയിപ്പിക്കണ്ടേ? മാന്യമായിട്ടല്ല ഇതിനെ മാന്യതയെന്നല്ല ഞാൻ എൻ്റെ ഭാഷയിൽ പറയുന്നത്. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ആർഗ്യുമെൻറ്റിൽ ചോദ്യം ചോദിക്കാൻ എളുപ്പമാണ്, ഉത്തരം പറയാൻ അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് കൂടുതൽ സമയം വേണ്ടത്. ഈ സാമാന്യ മര്യാദയും ഒരു ആർഗ്യുമെൻ്റ് ഈ ഡിസ്കഷനിലും ഡിബേറ്റിലുള്ള സാമാന്യ മര്യാദയും സ്മൃതി ചരിത്രാതീത കാലം മുതലേ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴും എന്തിനാണ് ഇത്രയേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവതാരികയെ പോലെ നിന്ന് പെരുമാറുന്നത്? താങ്കൾക്ക് ചോദ്യം ചോദിച്ചാൽ അതിന് സമയം നൽകുവാൻ ഒരു കൃത്യമായ സമയം ഞാൻ ഈ 3 എണ്ണത്തിന് ഉത്തരം നൽകിയിട്ടില്ല, ശിവരാജന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാണല്ലോ. അങ്ങനെയുള്ള ഏതിൻ്റെ ഉത്തരം പറയണം? എനിക്ക് അതിൻ്റെ ക്ലെയിം പറയണ്ടേ? നിങ്ങൾ പറഞ്ഞതിൻ്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം നിങ്ങൾ പറയുമ്പോൾ നിർത്തുകയും നിങ്ങൾ പറയുമ്പോൾ തുടങ്ങുകയും ചെയ്യുന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ശിവരാജൻ്റെ കാര്യത്തിന് ഉത്തരം പറയാം. ഞങ്ങളുടെ പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ട്. അത്തരം അഭിപ്രായങ്ങളെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറയാത്തോളം കാലം ഞങ്ങൾ ക്യാരി ചെയ്യുന്നില്ല. ഒരു സംശയമില്ല, ഞാൻ ക്യാരി ചെയ്യുന്നില്ല. അത്തരം ചിന്തകൾ ദേശീയ പതാക അംഗീകരിക്കാത്തവരെ എന്താണ് വിളിക്കാറ്? ദേശവിരുദ്ധർ എന്നല്ലേ വിളിക്കുക. അപ്പോൾ ദേശവിരുദ്ധരായി നിങ്ങളുടെ ഒരു നേതാവിന് പ്രവർത്തിക്കാൻ പ്രത്യേക സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങൾ വിളിച്ചോളൂ. എനിക്ക്
അല്ല, അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായം പറഞ്ഞു. അത് രാഷ്ട്രവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ കേസെടുത്തോളൂ. അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായം പറഞ്ഞു. അത് BJPയുടെ അഭിപ്രായമല്ല. BJPയുടെ അഭിപ്രായമാണെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് പറയും, അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തോടെ സംസ്ഥാന സെക്രട്ടറി പറയും. അതിലൊന്നും ഞങ്ങൾക്കൊരു എന്തോരം പേര് ഈ രാജ്യത്ത് ഓരോരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ക്രിമിനൽസ് ഇല്ലേ, ക്രിമിനൽ കുറ്റം ചെയ്യുന്നില്ലേ, അതിനെല്ലാം BJPയുടെ വക്താക്കൾ ഉത്തരം പറയണോ, അല്ലെങ്കിൽ CPM ഉത്തരം പറയണോ? ഇതൊന്നും ഒരു ചർച്ചയിൽ ചോദിക്കേണ്ട കാര്യമല്ല. ഉത്തരവാദപ്പെട്ട നേതാവ് നടത്തിയ പ്രതികരണത്തെക്കുറിച്ചാണ് ചോദിച്ചത്. PR ശിവശങ്കരൻ, ഞാൻ താങ്കളിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഒരു മിനിറ്റ്, ഇനി അടുത്ത ഘട്ടത്തിൽ വരാം. ഇത്ര നേരം സമയം നോക്കൂ, 7:22 ഇത്ര നേരം താങ്കളിലേക്കും സഞ്ജീവ് കുറച്ചു നേരം സംസാരിച്ചിട്ടുള്ളൂ. ഷിബു, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.